ഹരി ഓം. ദശകം 65 ശ്ലോകം 2. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപഗണ്യ വിഭോത്തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. പദച്ഛേദം. സമ്മൂർച്ഛനാഭിഃ ഉദിത, സമ്മൂർച്ഛനാഭിഃ ഉദിത, സമ്മൂർച്ഛനാഭിരുദിത, സമ്മൂർച്ഛനാഭിരുദിത സ്വരമണ്ഡലാഭിഃ, സമ്മൂർച്ഛനാഭിരുദിത സ്വരമണ്ഡലാഭിഃ, സമ്മൂർച്ഛനാഭിരുദിത സ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തം അഖിലം, സമ്മൂർച്ഛയന്തമഖിലം, സമ്മൂർച്ഛയന്തമഖിലം ഭുവന അന്തരാളം, ഭുവനാന്തരാളം, സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ് വേണുനാദം, ത്വദ്വേണുനാദം, ത്വദ് വേണു ത്വദ്വേണു, ത്വദ് വേണുനാദം, ത്വദ്വേണുനാദം ഉപകർണ്യ, ത്വദ്വേണുനാദമുപകർണ്യ, ത്വദ് വേണുനാദം ഉപകർണ്യ, ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യഃ തത്താദൃശം കമപി ചിത്ത വിമോഹം ആപുഃ, ചിത്ത വിമോഹം ആപുഃ, ചിത്തവിമോഹമാപുഃ, തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. ഇപ്പം മൂന്നാമത്തെ വരിയിൽ തരുണ്യഃ എന്ന് വിസർഗമുണ്ട്. അപ്പോൾ വിസർഗം പറയുകയാണെന്നുണ്ടെങ്കിൽ, തരുണ്യഃ എന്ന് പറയുകയാണെങ്കിൽ നാലാമത്തെ വരി തത്താദൃശം കമപി എന്ന് പറഞ്ഞെടുക്കണം. വിസർഗം പറയാതെ ചേർത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം, അവിടെ സ്തത്താദൃശം വിസർഗം പറയുന്നില്ല, അപ്പോൾ സ്ഥാന്നാവുന്നു. തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. ദശകം 65 ശ്ലോകം 2 അന്വയവും അർത്ഥവും. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു മുരളികാം പ്രാപൂരയഃ, ഓടക്കുഴൽ ഊന്നി വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വേണുഗാനത്തിൻ്റെ അലകൾ എത്ര ദൂരത്തും എത്തുന്നവയായിരുന്നു എന്ന് പറഞ്ഞു. ഉദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛനാഭിഃ അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം വിഭോ ത്വദ്വേണുനാദം ഉപകർണ്യ തരുണ്യഃ തത്താദൃശം കമപി ചിത്തവിമോഹം ആപുഃ. ആ വേണുഗാനത്തിൽ നിന്ന് വന്ന ആ ശബ്ദമാധുര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛനാഭിഃ, ഉദിതസ്വര എന്നുവെച്ചാൽ ആ ഷഡ്വാദി സപ്തസ്വരങ്ങൾക്ക് വ്യക്തത തികഞ്ഞ ആരോഹ അവരോഹ ക്രമഭേദങ്ങളാൽ ഉദിതസ്വരമണ്ഡലാഭിഃ സമ്മൂർച്ഛനാഭിഃ അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം, അഖിലം ആ ലോകത്തിനുള്ളിലുള്ള സകലത്തെയും നന്നായിട്ട് മോഹിപ്പിക്കുന്നതായ വിഭോ ത്വദ്വേണുനാദം ഉപകർണ്യ തരുണ്യഃ, വിഭോ അല്ലയോ ഭഗവാനേ, ത്വത് വേണുനാദം അവിടുത്തെ ആ വേണുഗാനം ഉപകർണ്യ കേട്ടിട്ട് തരുണ്യഃ ആ തരുണിമാരായ ഗോപിമാർ തത്താദൃശം കമപി ചിത്തവിമോഹം ആപുഃ, തത്താദൃശം കമപി എതിരില്ലാത്ത അവാച്യമായ ഒരു മാനസഭ്രാന്തിയെ പ്രാപിച്ചു. അല്ലയോ സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനേ, സപ്തസ്വരങ്ങളുടെ ആ പ്രയോഗഭേദങ്ങളെ കൊണ്ട് സകല ലോകവാസികളെയും നന്നായി മോഹിപ്പിക്കുന്നതായ നിന്തിരുവടിയുടെ ആ പുല്ലാങ്കുഴൽ വിളി കേട്ട ഗോപികമാർ അനുപമവും അനിർവചനീയവുമായ ഒരുതരം മാനസിക വിഭ്രാന്തിയെ പ്രാപിച്ചുവല്ലോ.
സമ്മൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭിः സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോത്തരുണ്യസ്തത്താദൃശം കമപി ചിത്തവിമോഹമാപുः.